മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന് വിടചൊല്ലി നാട്. കുട്ടിക്കുന്ന പൊതുശ്മശാനത്തിൽ നൂറുകണക്കിന് പേരെ സാക്ഷിയാക്കിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അനന്തു പഠിച്ചിരുന്ന സ്കൂളിലും വീട്ടിലും പൊതുദർശനം നടന്നിരുന്നു. കണ്ണീരോടെയാണ് സുഹൃത്തുക്കളും അധ്യാപകരും അനന്തുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അനന്തു മടങ്ങുമ്പോൾ ഒരു നാടൊന്നാകെ കണ്ണീരണിയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം, ഒരുപക്ഷെ ഒരു നാടിനെ ഒന്നാകെ അത് ബാധിച്ചിരിക്കുകയാണ്. എത്രത്തോളം വൈകാരിക നിർഭരമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? വിഷ്ണു, തീർച്ചയായും അത്തരത്തിൽ ഒരു നാട് ഒന്നാകെ തന്നെ അനന്തുവിന് വിട നൽകിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അനന്തു താമസിക്കുന്ന വെള്ളക്കെട്ട എന്ന സ്ഥലത്തുള്ള വീടിന് സമീപത്തുള്ള ഒരു പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. അല്പസമയം മുൻപ് സംസ്കാരം പൂർത്തിയായി. ഏകദേശം 3 മണിയോടുകൂടി, അതായത് 10 മിനിറ്റ് മുൻപ് മാത്രമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അവസാന കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷം വീട്ടിൽ നിന്നും ശ്മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിലും അതോടൊപ്പം തന്നെ സ്കൂളിലും അനന്തു പഠിച്ച മണിമുടിയിൽ സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. നിരവധി ആളുകളാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകൾ എത്തി. അതിനെല്ലാം ഒരു നാട് ഒന്നാകെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ നാടിന് അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അനന്തു. എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് കായിക മേഖലയിലടക്കം ഒരു സജീവമായിരുന്നു അനന്തു. 10ാം ക്ലാസ്സിൽ മാത്രമാണ് എത്തിയിട്ടുള്ളെങ്കിൽ പോലും കായിക മേഖലയിലടക്കം, പ്രത്യേകിച്ച് ഫുട്ബോളിലെല്ലാം തന്നെ മികവ് തെളിയിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അനന്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്തു. ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി ഫുട്ബോൾ മത്സരത്തിന് ശേഷം അനന്തുവും സുഹൃത്തുക്കളും, ബന്ധുക്കളായ സുഹൃത്തുക്കൾ കൂടി ഇവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. ഈ സമയത്ത് ഫെൻസിങ്ങിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് പന്നിക്കനിക്ക് വെച്ചതായിരുന്നു. ഈ ഫെൻസിങ്ങിലേക്ക് ഈ വൈദ്യുതി കണക്ഷൻ നൽകി അതിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് അനന്തുവിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അനന്തുവിൻ്റെ കൂടെ തന്നെ മറ്റ് 2 പേർക്ക് കൂടി വൈദ്യുതാഘാതം ഏറ്റിരുന്നു. ആ 2 പേരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ്. ഡോക്ടർമാരോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇളം പ്രായത്തിൽ തന്നെ ഒരു കുരുന്നിന്, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പയ്യന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് മനുഷ്യൻ സ്വയം വരുത്തി വെച്ച ഒരു ദുരന്തം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇവിടെ അനന്തുവിൻ്റെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇളം പ്രായത്തിൽ ഒരു ഒരു പയ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിലൊന്ന് പറയുന്നത്? കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മൃഗശല്യം വളരെ കൂടിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനെ പിടിക്കാനും അതല്ലെങ്കിൽ തടയാനും ഒക്കെ പല തരത്തിലുള്ള കാര്യം നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ഈ നിർഭാഗ്യമായിട്ടുള്ള വിഷയം ഉണ്ടായത്. അതിന് പരിഹാരം ഗവൺമെൻറ് തന്നെ കണ്ടേ മതിയാകും. ഈ മലയോര മേഖല കൂടിയാണിത്. ഇവിടെ ഇങ്ങനെ വന്യമൃഗശല്യം രൂക്ഷമായൊരു മേഖലയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറേ കാലമായി ഇവിടെ മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഒരു നടപടിയും പരിഹാരമാർഗവും ഒന്നും സംസ്ഥാന സർക്കാരോ മറ്റോ നിയമസഭാ സാമാജികനോ ഒന്നും ഒരു ഇടപെടലും നടത്തുന്നില്ല. ഇതിന് ബേസിക്കലി നമ്മൾ തൊട്ടടുത്തുള്ള കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളൊന്ന് പഠിക്കുക. ആ സ്റ്റേറ്റിലൊക്കെ സാധാരണ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം അകത്തുകൊണ്ട് അടിച്ചു കൊടുക്കും. പിന്നെ കാട്ടിനകത്ത് തന്നെ വർഷങ്ങളായിട്ട് ഫ്രൂട്ടിങ് ട്രീസും കാര്യങ്ങളും വെച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും പുറത്തേക്ക് അങ്ങനെ ആനിമൽസ് കാണാറില്ല. നമ്മുടെ ഇവിടെയാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആനിമൽസിനെ കാണുന്ന ഒരു പ്രദേശം. ഇതേ സമയം ട്രിവാൻഡ്രം ജില്ലയിലൊന്നും അങ്ങനെയുള്ള ഇഷ്യൂ ഇല്ല. നമുക്ക് ഫോറസ്റ്റ് അവിടെ ഉണ്ടല്ലോ. പക്ഷേ പാലക്കാട് പോലും അത്രയും ഇല്ല. ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് ഈ വയനാട് ഈ മേഖലയിലാണ് വരുന്നത് മുഴുവനും. ഈ ഒരു ബെൽറ്റ് കുറേ ആളുകൾ കൂടിയാണ് ഇവിടെ. അത് ഒരുപാട് എത്രയോ ജീവനുകൾ, 1, 2, 3 ഒന്നും അല്ലല്ലോ. ഇപ്പോൾ എത്രയോ വളരെയധികം അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വന്നാൽ കണ്ട ഒരു ഫോറസ്റ്റുമായിട്ട് ആരും വ്യത്യാസമില്ല. ഒരു അനിമൽ വന്നാലും ആർക്കും ഇവിടെ അത്ഭുതപ്പെടാനില്ല. വളരെ ദൗർഭാഗ്യമാണ് സംഭവമായി പോയി. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ് UDF-ഉം LDF-ഉം ഒക്കെ ഇപ്പോഴും അവരുടെ ഭാഗത്തേക്ക്. അതൊക്കെ അബദ്ധമല്ലേ. കാരണം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് അവർക്ക് ഒരു ആശ്വാസം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പരിഹാരം കാണാനുള്ള കാര്യമാണ് എല്ലാവരും ചെയ്യേണ്ടത്.
തീർച്ചയായും ഇപ്പോൾ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു നടപടിയും അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ചില സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളെ കൂടി അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അവർ ഏത് രീതിയിലാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രവൃത്തികളും നടക്കുന്നില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നിലമ്പൂരിലെ വഴിക്കടവിലെ ഈ വെള്ളക്കട്ടയിൽ ഇന്നലെ രാത്രി ഉണ്ടായത്. വിഷ്ണു. ശരി, ശിവദാസ് കന്മനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.